അതിന്റെ തൊട്ട് താഴെ 6 ഭാഗം വരുന്നുണ്ട്. 6 എണ്ണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയേ ഇല്ല, ഒരെണ്ണം ഒഴികെ. എങ്കിലും ഇന്നാദ്യമായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഹിന്ദുക്കളാണല്ലോ നമ്മള് പലരും. അതുകൊണ്ട് 6 എണ്ണത്തില് ഒന്നാമത്തേത് ശിക്ഷാഗ്രന്ഥങ്ങൾ. ശിക്ഷാഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? വേദം എങ്ങനെ ചൊല്ലണം, അതിന്റെ ശ്രുതി എന്ത്, താളമെന്ത് എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ നിയമങ്ങളാണ് ശിക്ഷാഗ്രന്ഥങ്ങൾ. നമ്മൾ പറഞ്ഞു വിചാരിക്കാം, അപ്സുമേ സോമോ അബ്രവേദ യദന്തർവിശ്വാനി ഭേഷജാഃ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഃ ആപപ്രണീത ഭേഷജം വരൂദം തൻവേ ഏമമാ യോക്ച സൂര്യം ദൃശേ ഇദമാവ പ്രവഹത യത്കിഞ്ച ദുരിതം മയി യദ്വാഹമവിദുദ്രോഹ യദ്വാശ്യേവ ഉദാമൃതം. ഈ ശബ്ദം വരണമെങ്കിൽ ശിക്ഷാഗ്രന്ഥങ്ങൾ നൽകുന്ന നിയമം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആള് പഠിച്ചിരിക്കണം. അപ്പൊ ശിക്ഷ. രണ്ടാമത്തേത് നിരുക്തം. എങ്ങനെയാണ് ഓരോ സംസ്കൃത വാക്കുകളും ഉണ്ടായത്? സംസ്കൃത വാക്ക് എങ്ങനെയാ ഉണ്ടായത്? ഹൃദയം. എങ്ങനെയാ വാക്കുണ്ടായത്? ഹൃ അക്സെപ്റ്റിംഗ്, ദ ഗിവിംഗ്, ദദാതി, അയം സർക്കുലേറ്റിംഗ്. ഹൃ അക്സെപ്റ്റിംഗ്, ദ ഗിവിംഗ്. ഹൃജൽ ആഹരതി ഇതി ഹൃ, ദദാതി ഇതി ദ, അയതി ഇതി അയം. അപ്പൊ ഹൃദയം എന്നുള്ളതിന്റെ അർത്ഥം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഏതാണോ അതാണ് ഹൃദയം. ആലപ്പുഴയില് കടലെപ്പോഴുള്ള സ്ഥലമാണ്. സമുദ്രം. ആ വാക്ക് എങ്ങനെയാ ഉണ്ടായത്? സമാത് ദ്രവതേ ആപഹ ഇതി സമുദ്ര. ഏത് കാലത്തിലും ഒരേ അളവിൽ വെള്ളമുള്ളത് ഏതാണോ അത് സമുദ്രം. ഏത് കാലത്തും ഒരേ അളവിൽ വെള്ളമുള്ളത് ഏതാണോ അത് സമുദ്രം. അന്തരീക്ഷം. അകത്ത് ഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത് ഏതാണോ അത് അന്തരീക്ഷം. മേഘം. വെള്ളത്തെ താഴത്തേക്ക് വിടുന്നത്. മുഹ്യതി ഇതി മേഘ. അതുകൊണ്ട് മേഘം. ദിനകരൻ. പെന്തക്കോസ്തിൽ ഒരു ദിനകരനുണ്ട്, അദ്ദേഹമല്ല. ദിനകരൻ. ദിവസത്തെ ഉണ്ടാക്കുന്നവൻ ആരാണോ അത് ദിനകരൻ. അതുപോലെ തന്നെ വളരെയധികം വാക്കുകൾ. പ്രഭാകരൻ. പ്രഭയെ മറ്റു ഗോളങ്ങൾക്ക് നൽകുന്നവൻ ആരാണോ പ്രഭാകരൻ. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. വിഗ്രഹം. വിശേഷേണ ഗ്രാഹയിത്തും യത് ശക്യം തത് വിഗ്രഹ. വിശേഷ രൂപത്തിൽ ഊർജത്തെ സ്വീകരിച്ച് വികിരണം ചെയ്യാൻ സാധിക്കുന്നത് ഏതാണോ അത് വിഗ്രഹം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതേതാണോ അത് ക്ഷേത്രം. ഇതെല്ലാം എവിടെയാ വിവരിച്ചിരിക്കുന്നത്? നിരുക്തത്തില്. ഒന്ന് പുറകോട്ട് പോകാം. വേദഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ. ശിക്ഷ നിരുക്തം. അടുത്തത് വ്യാകരണം, ഗ്രാമർ. സിമ്പിൾ ഗ്രാമർ. എത്ര കേട്ടാലും ദൈവാനുഗ്രഹം കൊണ്ട് മനസ്സിലാവില്ല. അപ്പൊ ശിക്ഷ, നിരുക്തം, വ്യാകരണം. നാലാമത്തേത് ഛന്ദശാസ്ത്രം. വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. ചില സൂക്തങ്ങളില് ഒരു വരിയിൽ 24 അക്ഷരം, ചില സൂക്തങ്ങളിൽ 28, ചിലതിൽ 32, ചിലതിൽ 36, ചിലതിൽ 40, ചിലതിൽ 44, ചിലത് 48, ചിലത് 52, ചിലത് 56. അപ്പൊ 24 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4, അങ്ങനെ അതിജഗതി ഛന്ദസ്സായ 56 വരെ അക്ഷരങ്ങളുള്ള വേദ മന്ത്ര
രചനാ നിയമങ്ങളാണ് ഛന്ദസ്സിൽ എഴുതിയിരിക്കുന്നത്. സാറ് ഇത് പറഞ്ഞ് എങ്ങോട്ടാ പോണേ സാറേ? ഒരു പിടുത്തോ ഇല്ലല്ലോ സാറേ. പേടിക്കേണ്ട, ഇപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങളെ വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവില്ല. സ്റ്റേജിൽ കയറുമ്പോ താഴ്ത്തിറങ്ങി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധത്തില സ്റ്റേജിൽ നിൽക്കാം. ഇപ്പൊ ഒരാളെ കോട്ടുവായ വിട്ടുള്ളൂ, അടുത്ത ആള് കോട്ടുവായ വിടുന്നതിന് മുമ്പ് കറക്റ്റ് വിഷയത്തിലേക്ക് എത്തിയിരിക്കും. ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ യഥാർത്ഥത്തില് ഇതിഹാസം എന്താന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ ഇതിഹാസത്തിലെ കുറെ കഥ പറയാനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ വരേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ആ വിഷയത്തിലൂടെ പോകുന്നത്. അപ്പൊ ശിക്ഷാ ഗ്രന്ഥങ്ങള്, നിരുക്ത ഗ്രന്ഥങ്ങള്, വ്യാകരണം, ഛന്ദശാസ്ത്രം, അടുത്തത് കൽപ്പശാസ്ത്രം. ഇനി ഞാൻ മുമ്പോട്ട് പോവില്ല. കൽപ്പശാസ്ത്രം അഞ്ചാമത്തേത്. ആറാമത്തേത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജ്യോതിഷം. ഞാൻ ആറിലേക്ക് കടക്കുന്നില്ല. കൽപ്പശാസ്ത്രത്തില് 4 ഭാഗങ്ങളുള്ളതില് ഒന്ന് ധർമ്മശാസ്ത്രം. ഒന്നാണ് ധർമ്മശാസ്ത്രം. ഈ ഭൂമിയില് ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, an individual, a family, a society, a nation, 4 കോമ്പോണന്റുകള് ധർമാർത്ഥ കാമമോക്ഷത്തിലൂടെ, പുരുഷാർത്ഥങ്ങളിലൂടെ, സത്യം, ധർമ്മം, നീതി, ന്യായം, അതിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിവരിക്കുന്നത് ധർമ്മശാസ്ത്രത്തിലാണ്. വേദാംഗങ്ങൾ 6 അതിൽ 5-ാമത്തെ കൽപ്പശാസ്ത്രത്തിനകത്ത് ധർമ്മശാസ്ത്രം എന്ന ഭാഗത്തില് ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എങ്ങനെ ജീവിക്കണമെന്ന് പദാനുപദം വിവരിച്ചിട്ടുണ്ട്. എന്നെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ധർമ്മശാസ്ത്രം ഒന്ന് വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നു അത്ഭുത സ്തബ്ധരാകും. ഇന്ന് നിലവിലുള്ള ബാങ്കിംഗ് സമ്പ്രദായം, ലാൻഡ് മെഷർമെന്റ്, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡോക്യുമെന്റ് റൈറ്റിംഗ് ചാർജ് മുതൽക്ക് വിറ്റ്നസിന്റെ ക്വാളിറ്റീസ് സർവ്വതും പദാനുപദം എഴുതിയിരിക്കുന്ന 29-ൽ പരം ധർമ്മശാസ്ത്രം പരമപവിത്രമായ ഭാരതത്തിലുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഈ നാട്ടിൽ എന്തെല്ലാം നിലവിലുണ്ടോ, ഈ ലീഗൽ സമ്പ്രദായം ഉൾപ്പെടെ, ട്രഷറി സമ്പ്രദായം ഉൾപ്പെടെ, സെക്രട്ടറി സമ്പ്രദായം ഉൾപ്പെടെ, പിന്നെ തീരെ ബുദ്ധിയില്ലാത്തവര് IAS-കാരെ ഭരിക്കുന്നത് ഒഴികെ ബാക്കിയെല്ലാം ഇന്നുള്ളത് അന്ന് വേറെ കുറെ കൂടി സത്യം, ധർമ്മം, നീതി, ന്യായമായിട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ സെക്രട്ടറിക്കും കുറച്ചുകൂടി ക്വാളിറ്റി മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മന്ത്രിയാവാൻ ബുദ്ധിസ്ഥിരത പോലും വേണമെന്ന് നിർബന്ധമില്ല. ക്വാളിഫിക്കേഷൻ പോട്ടെ, ബുദ്ധിസ്ഥിരത പോലും വേണമെന്ന് നിർബന്ധമില്ല 21-ാം നൂറ്റാണ്ടില്. പക്ഷെ അന്ന് അങ്ങനെയല്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ബുദ്ധിസ്ഥിരതയാണ്, പിന്നെ ബാക്കി അഡീഷണൽ ക്വാളിഫിക്കേഷൻ. അങ്ങനെ ധർമ്മശാസ്ത്രത്തില് സമഗ്രവും സമ്പൂർണവും സംതൃപ്തവും ആയിട്ടുള്ള നിയമാവലികള് ആത്മീയതയും മതവും ചേരാതെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് എഴുതി വച്ചിട്ടുള്ളതാണ് നമ്മളുടെ ധർമ്മശാസ്ത്രം. എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിവെച്ച ധർമ്മശാസ്ത്രത്തില് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്തിയത് കൊണ്ടാണ് 29-ൽ പരം ധർമ്മശാസ്ത്രം നമുക്കുണ്ടായത്. ഒന്നുകൂടി പറയാം. അതിപുരാതന കാലത്തുണ്ടായിരുന്ന ധർമ്മശാസ്ത്രം, ആപസ്തംഭ ധർമ്മശാസ്ത്രമുണ്ട്, കാത്യായന ധർമ്മശാസ്ത്രമുണ്ട്, മാനവ ധർമ്മശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ വശിഷ്ഠ ധർമ്മശാസ്ത്രം, വ്യാസധർമ്മശാസ്ത്രം തുടങ്ങി 29 ധർമ്മശാസ്ത്രങ്ങൾ ഉള്ളത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ
ആൻഡ് കറക്ഷൻസ് വരുത്തിയത് കൊണ്ടാണ് ഇത്രയുമധികം ധർമ്മശാസ്ത്രങ്ങൾ നമുക്കുണ്ടായത്. ആ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്ന ധർമ്മശാസ്ത്രത്തിന് നമ്മൾ എങ്ങനെയാ പേരിടുക? തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ SD കോളേജിൽ പോയാൽ, ഇവിടുത്തെ ആലപ്പുഴ കോളേജുണ്ട്, അവിടെ ചെന്നാൽ ഈ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, അവിടെ കെമിസ്ട്രി, അപ്പുറത്ത് ഫിസിക്സ്, അപ്പുറത്ത് ഹിസ്റ്ററിയോ എക്കണോമിക്സോ പഠിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പുതിയ ബാച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഏതാ സാറേ പുതിയ ബാച്ച്? ഞങ്ങൾക്ക് MSc മാത്തമാറ്റിക്സ് ഉണ്ട്, പുതിയ ബാച്ച് MSc അപ്ലൈഡ് മാത്തമാറ്റിക്സ്, MSc അപ്ലൈഡ് ഫിസിക്സ്, MSc അപ്ലൈഡ് കെമിസ്ട്രി, MSc അപ്ലൈഡ് ബയോകെമിസ്ട്രി. അപ്ലൈഡ് ബയോകെമിസ്ട്രിക്ക് പറയുന്ന പേര് ബയോടെക്നോളജി.